എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഭാരതീയ സംസ്കാരം പ്രപഞ്ചത്തെ കാണുന്നത് വെറുമൊരു ഭൗതിക വസ്തുവായിട്ടല്ല, മറിച്ച് ഊർജങ്ങളുടെ ഒരു മഹാപ്രവാഹമായിട്ടാണ്. നാം വസിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതിനേക്കാൾ വലിയൊരു ലോകം അദൃശ്യമായി നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ വീടുകൾ വെറുമൊരു സിമൻ്റ് കെട്ടിടങ്ങളല്ല, അവ പോസിറ്റീവായതും നെഗറ്റീവായതുമായ ഊർജങ്ങൾ സഞ്ചരിക്കുന്ന ഇടങ്ങളാണ്. പണ്ടുകാലത്ത് നമ്മുടെ പൂർവികർ വീട് നിർമ്മിക്കുമ്പോഴും അവിടെ വസിക്കുമ്പോഴും പ്രകൃതിയിലെ ഇത്തരം മാറ്റങ്ങളെയും അദൃശ്യ ശക്തികളെയും വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ ഇന്നത്തെ ആധുനിക കാലത്ത് ശാസ്ത്രത്തിൻ്റെ വളർച്ചയിൽ പല കാര്യങ്ങളെയും നാം അന്ധവിശ്വാസമെന്ന് പറഞ്ഞ് തള്ളിക്കളയാറുണ്ട്. പക്ഷേ യുക്തി കൊണ്ട് വിശദീകരിക്കാൻ കഴിയാത്ത പല അനുഭവങ്ങളും ഇന്നും പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. അത്തരത്തിൽ ഒന്നാണ് നമ്മുടെ വീടുകളിൽ സംഭവിക്കുന്ന വരത്തുപോക്ക്. എന്താണ് വരത്തുപോക്ക്? ഇത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു? ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയാൽ തീർച്ചയായും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. എന്താണ് വരത്തുപോക്ക്? വരത്തുപോക്ക് അല്ലെങ്കിൽ വരവുപോക്ക് എന്നത് ചില പ്രത്യേക ഊർജങ്ങളുടെയോ ചൈതന്യങ്ങളുടെയോ ഒരു നിശ്ചിത പാതയിലൂടെയുള്ള സഞ്ചാരമാണ്. നമ്മുടെ വീടോ പറമ്പോ അത്തരം ശക്തികളുടെ സഞ്ചാരപഥത്തിൽ പെട്ടുപോകുമ്പോഴാണ് നമുക്ക് പല വിധത്തിലുള്ള അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നത്. പഴയ തലമുറയ്ക്ക് ഇതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ടായിരുന്നു. എന്നാൽ പുതിയ തലമുറ പലപ്പോഴും ഇത് വില്ലേജ് ഓഫീസിലെ പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട പോക്കുവരവാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. ജ്യോതിഷപരമായും താന്ത്രികമായും ഇതിനെ പല രീതിയിൽ കാണുന്നു. വിവിധ ചൈതന്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. വെള്ളോട്ടുമാടൻ, ചങ്ങലമാടൻ, അഗ്നിമുഖൻ തുടങ്ങിയ മൂർത്തികൾ, യക്ഷന്മാർ, കിന്നരന്മാർ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട തേവാരമൂർത്തികളുടെ കാവൽക്കാരായ ദ്വാരപാലകർ എന്നിവരുടെ സഞ്ചാരത്തെ വരത്തുപോക്ക് എന്ന് വിളിക്കുന്നു. ചില പ്രാദേശിക ശക്തികൾ, ഗുളികൻ, യോഗീശ്വരന്മാർ എന്നിവരുടെ ചൈതന്യങ്ങളും ചിലയിടങ്ങളിൽ ആത്മാക്കളുടെ സാന്നിധ്യവും ഇത്തരത്തിൽ അനുഭവപ്പെടാറുണ്ട്. ചിലപ്പോൾ ഇത് ക്ഷേത്ര സംബന്ധമായ ചൈതന്യങ്ങളാണെങ്കിൽ വലിയ ദോഷം ചെയ്യില്ലെങ്കിലും ഉഗ്രമൂർത്തികളാണെങ്കിൽ അത് വീട്ടിലെ സമാധാനം കെടുത്തുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. നമ്മുടെ വീടുകളിൽ ഇത്തരം സാന്നിധ്യമുണ്ടെങ്കിൽ അത് പല ലക്ഷണങ്ങളും നമുക്ക് കാണിച്ചു തരാറുണ്ട്. നമ്മുടെ വീട്ടിൽ ഇത്തരം ഒരു സാന്നിധ്യം ഉണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? പ്രധാനപ്പെട്ട 7 ലക്ഷണങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. നിങ്ങളുടെ വീടിൻ്റെ തെക്ക് ഭാഗത്തെ വൃക്ഷങ്ങളുടെ നാശം. വീടിൻ്റെ തെക്ക് ഭാഗത്ത് ചെടികളോ മരങ്ങളോ നട്ടുപിടിപ്പിച്ചാൽ അവ തഴച്ചു വളരില്ല. എത്ര പരിചരിച്ചാലും അവ കരിഞ്ഞു പോവുകയോ അഴുകിപ്പോവുകയോ ചെയ്യും. ആ ഭാഗത്തുള്ള മരങ്ങളിൽ തുടർച്ചയായി ഇടിമിന്നൽ ഏൽക്കുന്നതും കൊമ്പുകൾ പെട്ടെന്ന് ഒടിഞ്ഞു വീഴുന്നതും ഒരു പ്രധാന ലക്ഷണമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലെ മൃഗങ്ങളുടെ അസ്വാഭാവിക പെരുമാറ്റം. ഇത്തരം വീടുകളിൽ, വരത്തുപോക്കിൻ്റെ സാന്നിധ്യമുള്ള വീടുകളിൽ വളർത്തുമൃഗങ്ങളായ പൂച്ചയോ പട്ടിയോ അധികകാലം വാഴില്ല. ഒന്നുകിൽ അവ പെട്ടെന്ന് രോഗം വന്ന് ചത്തുപോകും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഓടിപ്പോകും. രാത്രികാലങ്ങളിൽ പട്ടികൾ നിർത്താതെ ഓരിയിടുന്നതും ആരും കാണാത്ത ഏതോ ദിശ നോക്കി കുരയ്ക്കുന്നതും ഇതിൻ്റെ സൂചനയാണ്.
മറ്റൊരു ലക്ഷണമാണ് വസ്തുക്കളുടെ നാശം. പലപ്പോഴും മുറ്റത്തെ ചെടിച്ചട്ടികൾ താനെ ഉടഞ്ഞു വീഴുക, രാത്രിയിൽ ചെടികൾ ആരോ വകഞ്ഞു മാറ്റിയതുപോലെ കാണപ്പെടുക. പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും, കൃത്യമായി അടുക്കി പൊറുക്കി ചെടികൾ വച്ചാലും പിറ്റേന്ന് ആരോ അത് എടുത്തു മാറ്റിയതുപോലെ. വീടിനു ചുറ്റും അസ്വാഭാവികമായ മാറ്റങ്ങൾ സംഭവിക്കുക എന്നിവ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ചില ശബ്ദങ്ങൾ കേൾക്കുക. രാത്രി 12 മണിക്കും 2 മണിക്കും ഇടയിലുള്ള സമയത്ത് മണി മുഴങ്ങുന്ന ശബ്ദം, അല്ലെങ്കിൽ ചങ്ങല കിലുങ്ങുന്ന ശബ്ദം എന്നിവ കേൾക്കാം. പ്രത്യേകിച്ചും ശനിയാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും പ്രദോഷ ദിവസങ്ങളിലും ഇത് ആവർത്തിച്ചു കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഗൗരവകരമാണ്. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ അന്തരീക്ഷത്തിൽ പെട്ടെന്ന് മാംസം അഴുകിയതുപോലെയുള്ള കടുത്ത ദുർഗന്ധം അനുഭവപ്പെടുന്നുണ്ടോ? ഒരു കാറ്റുപോലെ ഇത് വരികയും പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യും. ഈ ഒരു ദുർഗന്ധവും ഈ വരത്തുപോക്കിൻ്റെ ഒരു ലക്ഷണമാണ്. ഇനി അഗ്നി നിമിത്തങ്ങൾ. പൂജാമുറിയിലെ വിളക്ക് കരിന്തിരി കത്തുക, അല്ലെങ്കിൽ വീടിൻ്റെ ചില ഭാഗങ്ങളിൽ പെട്ടെന്ന് തീപ്പൊരികളോ പ്രകാശമോ കാണപ്പെടുക എന്നിവ ഇത്തരം ശക്തികളുടെ സാന്നിധ്യം വ്യക്തമാക്കുന്നു. എത്ര എണ്ണയൊഴിച്ച് നിറദീപം കൊളുത്തിയാലും അത് കുറച്ചു നേരം കഴിയുമ്പോഴേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണൊന്ന് തെറ്റുമ്പോഴേക്ക് കരിന്തിരിയായി മാറുന്നു. ഇതൊക്കെ അഗ്നി നിമിത്തങ്ങളാണ്, വരുത്തുപോക്കിൻ്റെ സാന്നിധ്യം വ്യക്തമാക്കുന്ന ലക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ ജനലിലൂടെ പ്രത്യേക തരത്തിലുള്ള വെളിച്ചം കടന്നു വരിക, വീടിന് മുകളിൽ ആരോ നടക്കുന്നത് പോലെ തോന്നുക, ഉറക്കത്തിൽ ഞെട്ടിയുണരുക, ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ പതിവാകുക എന്നിവയും വരത്തുപോക്കിൻ്റെ ലക്ഷണങ്ങളാണ്. അപൂർവമായി ചുവരുകളിൽ രക്തക്കറ പോലെയുള്ള അടയാളങ്ങളും കണ്ടേക്കാം. ഇത് തികച്ചും അപൂർവമാണ്. ഇനി ഞാൻ നടന്ന ഒരു അനുഭവ കഥ പറയാം. നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്. ഏതൊരു വ്യക്തിയുടെയും ജീവിത സാഫല്യം എന്നത് സ്വന്തമായ ഒരു വീടാണ്. അതുപോലെ തന്നെ ഒരു അധ്യാപകൻ സ്വന്തമായി അധ്വാനിച്ച് ഒരു വീട് വാങ്ങി. ആ വീട്ടിൽ രാത്രികാലങ്ങളിൽ വലിയ ശബ്ദങ്ങളും പ്രകാശവും പലപ്പോഴായി കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും വിശ്വസിക്കാത്ത അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു, യുക്തിവാദിയായിട്ടുള്ള ഒരു ബന്ധു, ഒരു രാത്രി ആ വീട്ടിൽ താമസിക്കാനിടയായി. രാത്രിയിൽ ഒരു വലിയ പ്രകാശം തൻ്റെ നേർക്ക് വരുന്നത് കണ്ട് അദ്ദേഹം ഭയന്ന് വീഴുകയും ബോധരഹിതനാവുകയും ചെയ്തു. പിന്നീട് 21 ദിവസം ചെങ്ങന്നൂർ ക്ഷേത്രത്തിൽ ഭജനമിരുന്ന ശേഷമാണ് അദ്ദേഹം സാധാരണ നിലയിലായത്. ഇന്നും അദ്ദേഹം വലിയൊരു ഭക്തനായി ജീവിക്കുന്നു. യുക്തിവാദി, അമ്പലത്തിൽ കയറാൻ മടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ആ അധ്യാപകൻ്റെ വീട്ടിൽ നിന്നും ഉണ്ടായിട്ടുള്ള ആ ഒരു അനുഭവത്തിന് ശേഷം അദ്ദേഹം ഒരു ഭക്തനായി മാറി. ഇത് ഒരിക്കലും ഒരു അന്ധവിശ്വാസമല്ല, മറിച്ച് അനുഭവമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആ വ്യക്തിക്ക് സംഭവിച്ച അനുഭവം. അതുകൊണ്ട് തന്നെ ആ നാട്ടുകാരിൽ ആരും തന്നെ ഇത്തരം അനുഭവങ്ങളെ തള്ളിപ്പറയാറില്ല. കാരണം ഓരോരുത്തരും അനുഭവിച്ചറിഞ്ഞ സത്യമാണത്. ഈ വീഡിയോ കാണുന്ന പലർക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും. ഇത്തരം പ്രശ്നങ്ങൾ കണ്ടാൽ ഉടനെ ഭയപ്പെടുകയല്ല വേണ്ടത്. ആദ്യം അതൊരു സ്വാഭാവികമായ കാരണമാണോ എന്ന് പരിശോധിക്കണം. അതായത് ചിലപ്പോൾ രാത്രി സമയങ്ങളിൽ ചില പക്ഷികൾ, വവ്വാലുകൾ അല്ലെങ്കിൽ മരപ്പെട്ടി പോലെയുള്ള ജീവികൾ ശബ്ദമുണ്ടാക്കാറും നിങ്ങളുടെ മുന്നിലൂടെ പെട്ടെന്ന് കടന്നു പോകാറുമുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ അത് പക്ഷികളാവാം, അല്ലെങ്കിൽ മൃഗങ്ങളാവാം. അങ്ങനെ സ്വാഭാവികമായിട്ടുള്ള കാരണമാണോ എന്ന് നിങ്ങൾ ഉറപ്പിക്കണം. പിന്നീട് ഈ ലക്ഷണങ്ങൾ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ ഒരു നല്ല ജ്യോതിഷിയെ കണ്ട് രാശി ചിന്തിച്ച് അത് ഉറപ്പിക്കണം. അതായത് നിങ്ങൾക്ക് ഒട്ടും മനസമാധാനം ലഭിക്കുന്നില്ല, നിങ്ങൾക്ക് ഉറങ്ങാൻ തന്നെ പറ്റുന്നില്ല, നിരന്തരമായി ഇങ്ങനെ ശബ്ദവും വെളിച്ചവും ഒക്കെ നിങ്ങൾ അടുത്തിടെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ദുസ്വപ്നങ്ങൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പായും ഒരു ജ്യോതിഷിയെ കാണേണ്ടത് അത്യാവശ്യമാണ്.
ഇത്തരം ലക്ഷണങ്ങൾ, ഇത്തരം സൂചനകൾ നിങ്ങളുടെ അനുഭവത്തിൽ ഉടനീളം ഉണ്ടാവുകയാണെങ്കിൽ പ്രധാനമായും ചെയ്യാൻ പറ്റുന്ന ചില പരിഹാരങ്ങൾ ഞാൻ പറയാം. ദശാംഗം പുകയ്ക്കുക. നിങ്ങളുടെ വീടുകളിൽ തുടർച്ചയായി 21 ദിവസം വൈകുന്നേരങ്ങളിൽ ശുദ്ധമായ ദശാംഗം പുകയ്ക്കുന്നത് നെഗറ്റീവ് എനർജി മാറാൻ സഹായിക്കും. നിങ്ങളത് തുടർച്ചയായി തന്നെ ചെയ്യണം. 21 ദിവസം തുടർച്ചയായി ചെയ്യുന്നതിലൂടെ മാത്രമേ അതിനൊരു പരിഹാരമുണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ തീർത്ഥം തെളിക്കുക. ശിവക്ഷേത്രത്തിൽ നിന്ന് നീലകണ്ഠ ത്രയാക്ഷരി മന്ത്രം ജപിച്ച കരിക്കിൻ വെള്ളം വാങ്ങി വീടിൻ്റെ 4 ഭാഗത്തും തെളിക്കുന്നത് താൽക്കാലിക ആശ്വാസം നൽകും. തികച്ചും ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം ഈ ഒരു കർമ്മം നിർവഹിക്കുക. അതുപോലെ തന്നെ ചില ഹോമങ്ങൾ. പ്രശ്നം ഗുരുതരമാണെങ്കിൽ അഘോരഹോമം, ഭവനരക്ഷാക്രിയകൾ, സുദർശന ഹോമം, കാലഭൈരവ പൂജ എന്നിവ നടത്തേണ്ടി വരും. ഈ പ്രശ്നങ്ങൾ വളരെയധികം ഗുരുതരമായിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ തീർച്ചയായും എത്രയും പെട്ടെന്ന് തന്നെ ജ്യോതിഷിയെ കണ്ട് ഏത് ഹോമമാണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ഓരോ ലക്ഷണത്തിനനുസരിച്ചിരിക്കും. പക്ഷേ എത്രയും വേഗം അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മനസമാധാനം വരികയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ നശിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് വരാം. പലവട്ടം പൂജകൾ ചെയ്തിട്ടും മാറ്റമില്ലാത്ത സാഹചര്യമാണെങ്കിൽ ആ സ്ഥലം ഇത്തരം ശക്തികളുടെ സ്ഥിരമായ പാതയാണെന്ന് ഉറപ്പിക്കാം. അത്തരം സന്ദർഭങ്ങളിൽ ആ വീട് അല്ലെങ്കിൽ അവിടെ നിന്ന് മാറി താമസിക്കുന്നതാണ് ഏറ്റവും ഉചിതം. അതിൽ പിന്നെ നിങ്ങൾ അധ്വാനിച്ചു വെച്ച വീടാണ് അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിലെ സ്വപ്നമാണ് എന്നൊന്നും ചിന്തിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. പലപ്പോഴും ചില ഹോമങ്ങളും പൂജകളും ചെയ്യുമ്പോൾ തന്നെ ഈ ലക്ഷണങ്ങൾ ഇല്ലാതാവാറുണ്ട്. പക്ഷേ എന്നിട്ടും മാറ്റമില്ലെങ്കിൽ നിങ്ങൾ മാറുന്നതാണ് നല്ലത്. സ്വന്തം മനസമാധാനത്തേക്കാൾ വലുതല്ല മറ്റൊന്നും. അതുപോലെ തന്നെ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓരോ കാര്യത്തിനോടും വിവേകത്തോടെയുള്ള സമീപനം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും വരുത്തുപോക്ക് കൊണ്ടാകണമെന്നില്ല. അത് നമ്മുടെ ദശാദോഷങ്ങൾ കൊണ്ടോ ശാരീരികമോ മാനസികമോ ആയ അസ്വാസ്ഥ്യങ്ങൾ കൊണ്ടോ ആകാം. എന്നാൽ ഈ പ്രപഞ്ചത്തിലെ അദൃശ്യശക്തികളെ പൂർണ്ണമായി തള്ളിക്കളയാനും നമുക്ക് കഴിയില്ല. ഭക്തിയും വിശ്വാസവും ഒപ്പം വിവേകവും ചേരുമ്പോഴാണ് നമുക്ക് സമാധാനപരമായ ഒരു ജീവിതം നയിക്കാൻ കഴിയുന്നത്. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ പരിഭ്രാന്തരാകാതെ ഈശ്വരനിൽ വിശ്വസിച്ച് കൃത്യമായ പരിഹാരങ്ങൾ തേടുക. വീടിനുള്ളിൽ എപ്പോഴും പോസിറ്റീവ് ഊർജം നിലനിർത്താൻ പ്രാർത്ഥനകളും ശുദ്ധിയും പാലിക്കുക. എല്ലാവർക്കും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ കുടുംബജീവിതം ആശംസിക്കുന്നു. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പങ്കുവയ്ക്കുവാനായി വീഡിയോ ഷെയർ ചെയ്യുക. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.